എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. വിഷു ഫലങ്ങൾ എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണ്. നമ്മുടെ 2025 ഓരോ നക്ഷത്രക്കാർക്കും അനുഭവപ്പെടാനിടയുള്ള വിഷുഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉത്തരം നക്ഷത്രക്കാരുടെ 2025 വിഷുഫലമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 2025 ഏപ്രിൽ 14 മുതൽ അടുത്ത ഒരു വർഷത്തേക്കുള്ള വിഷുഫലം. അപ്പോൾ ഇതൊരു പരമ്പരാഗത രീതിയിലാണ് തയ്യാറാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് വിഷു സംക്രമം നടക്കുന്ന നക്ഷത്രം, അന്നത്തെ തിഥി, അന്നത്തെ കരണം തുടങ്ങിയ കാര്യങ്ങൾ ചേർത്തും അതുപോലെ തന്നെ ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയുമാണ് ഈ വിഷുഫലം തയ്യാറാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗ്രഹചാരഫലം കൂടെ കണക്കിലെടുത്തിട്ടുണ്ട്. പക്ഷേ വിഷുഫലം പറയുമ്പോൾ ഈ വിഷുഫലം എന്ന് പറയുന്ന ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ്. മറ്റേ വ്യാഴവും ശനിയൊക്കെ മാറുമ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഗണിതമല്ല വിഷുഫലം എന്ന് പറയുന്നത്. ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു ഫലപ്രവചനമാണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ ഗ്രഹചാരഫലത്തിൻ്റെ കാര്യങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുണ്ട്. എങ്കിലും തയ്യാറാക്കിയിരിക്കുന്നത് ആ പരമ്പരാഗത രീതിയിലാണ്. അപ്പോൾ മീനശനി, ഇടവ വ്യാഴം, കൊല്ലവർഷം 1200, മേടമാസം 1 തീയതി തിങ്കളാഴ്ച, ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക് ചോതി നക്ഷത്രവും തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയമാണ് മേടവിഷു സംക്രമം നടന്നത്. 2025 ഏപ്രിൽ 14 തീയതി പുലർച്ചെ 3:21 ചോതി നക്ഷത്രത്തിൽ വിഷു സംക്രമം നടന്നത് ഈ വർഷത്തെ. അപ്പോൾ ഈ കരണം എന്ന് പറയുന്നത് ഒരു തിഥിയുടെ പകുതിയാണ്. തിഥി എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് പറഞ്ഞു പോകുന്ന ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങളനുസരിച്ചുള്ള മാറ്റങ്ങളാണ് തിഥി എന്ന് പറയുന്നത്. അതിൻ്റെ പകുതി സമയത്തെയാണ്, അല്ലെ പകുതി ഡിഗ്രി അളവിനെ, കോണളവിനെയാണ് നമ്മൾ കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സമയത്തുള്ള കരണം ഏതാണ് എന്നുള്ളതനുസരിച്ച്. അപ്പോൾ ഈ വിഷു സംക്രമ നക്ഷത്രത്തെ ആസ്പദമാക്കിയിട്ട് നക്ഷത്രങ്ങളെ പല വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദിഷട്കം, അന്ത്യഷട്കം, മധ്യഷട്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഇങ്ങനെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിലെ ഈ ഉത്തര നക്ഷത്രക്കാരുടെ ഫലം നമ്മൾ നോക്കുമ്പോൾ ഉത്തര നക്ഷത്രം അന്ത്യഷട്കം എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഇവർക്ക് വിഷുഫലം അനുകൂലമാണ്. അപ്പോൾ ഈ ഷട്കങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾക്കൊക്കെ വിഷുഫലം അനുകൂലമാണ്. ഇവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ മെച്ചമുണ്ടാകും, ബിസിനസ്സിൽ വർധനവുണ്ടാകും, ധനവർധനവുണ്ടാകും, കടങ്ങൾ കുറയുകയും വളരെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. രോഗങ്ങൾ വർദ്ധിക്കാതെ ഇരിക്കുകയും നല്ലൊരു അളവ് വരെ ചികിത്സ കൊണ്ട് രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുകയും ചെയ്യും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. കലാകാരന്മാർക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ്. പിന്നെ ഉത്രനാളിൻ്റെ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പം ഒരു സമ്മിശ്ര ഫലമെന്നേ പറയാൻ പറ്റുള്ളൂ. പൊതുവേ നോക്കുമ്പം വിഷുഫലം ഗുണകരമായിട്ടാണ് കാണുന്നത്. തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. അതുപോലെ തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരെ, മറ്റുള്ളവരെ വെച്ച് നമ്മൾ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും ഗുണകരമായ മാറ്റമുണ്ടാകും. പുതിയൊരു സ്ഥാപനം തുറക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിനൊരു ബ്രാഞ്ച് കൂടെ തുടങ്ങാനായിട്ട് സാധിക്കും. ബാങ്കിൽ നിന്ന് വായ്പയ്ക്കൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ വർഷം ജോലി ലഭിക്കാനായിട്ട് വിഷുഫലം കൊണ്ട് സാധ്യതയുണ്ട്. കടം ഒരു പരിധിവരെ വീട്ടാൻ സാധിക്കും. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും കടങ്ങൾ വീട്ടാൻ സാധിക്കും. മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തും. അയൽക്കാരുമായിട്ട് ഉണ്ടായിരുന്ന പിണക്കങ്ങളൊക്കെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, ദമ്പതിമാർക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത് കുറയുന്നതാണ്. പിന്നെ സർക്കാർ മേഖലയേക്കാൾ സ്വകാര്യ മേഖലയിൽ ജോലി ലഭിക്കാൻ ഉത്തര നക്ഷത്രക്കാർക്ക് സാധ്യത കൂടുതലുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ട വസ്തുക്കൾ തിരിച്ച് കിട്ടാനുള്ള സാധ്യതയും ഈ വർഷം ഉണ്ട്. ജീവിതത്തിൽ പൊതുവെ സമാധാനം അനുഭവപ്പെടുന്ന ഒരു വർഷമാണ് വിഷുഫലം കൊണ്ട് ഉത്തര നക്ഷത്രക്കാർക്ക്. പിന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ സാമാന്യമായ വിജയം ഉണ്ടാകും. ഒരു അമിത ലാഭം എന്ന് പ്രതീക്ഷിക്കേണ്ട. ഭാഗ്യക്കുറി കിട്ടും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു വിജയം ഉണ്ടാകും. അതുപോലെ വിദേശത്ത് നിന്ന് പണമൊക്കെ അയച്ചു കൊടുത്ത് നാട്ടിൽ എന്തെങ്കിലും ഒരു ആസ്തി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു അസറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വരവും ചെലവും ഏകദേശം ഒരുപോലെ ആയിരിക്കും വിഷുഫലം കൊണ്ട് നമ്മൾ കാണുന്നത്. സന്താന യോഗമുണ്ട്.
പിന്നെ കഫജന്യ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അത് ചികിത്സ കൊണ്ട് മാറുകയും ചെയ്യും. ദീർഘയാത്രകൾ കൊണ്ട് ക്ഷീണം ഉണ്ടാകാം. മാനസിക പിരിമുറുക്കം ഉണ്ടാക്കുന്ന ചില സന്ദർഭങ്ങൾ ഈ വർഷം ഉണ്ടായേക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വാക്ക് തർക്കങ്ങളിൽ ചില അപമാന സാധ്യത ഉള്ളതുകൊണ്ട് ഈ മനപ്രയാസം അതുകൊണ്ടുണ്ടാകാം. അപ്പോൾ അത് അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ജീവിത പങ്കാളിക്ക് ഗുണകരമാണ്. രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. സഹോദരങ്ങൾക്ക് ഗുണമുണ്ടാകും. ചെറിയ തോതിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം, എങ്കിലും പൊതുവെ നോക്കുമ്പോൾ സുഖമായിരിക്കും. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഊഹക്കച്ചവടങ്ങളിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. വീട് വിട്ട് അല്പനാളത്തേക്ക് മാറി നിൽക്കേണ്ട അവസ്ഥ ഈ വർഷം ചിലപ്പോഴുണ്ടായേക്കാം. പിന്നെ മത്സര പരീക്ഷകൾ, ഇൻ്റർവ്യൂ തുടങ്ങിയവയിൽ വിജയിക്കാനുള്ള യോഗമുണ്ട്. മറ്റുള്ളവരുടെ സഹായം, ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സിലും വിജയമാണ് കാണുന്നത്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ബന്ധങ്ങൾ ഒത്തുവരാനും ഈ വർഷം സാധ്യതയുണ്ട്. വീട് നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആ വിഷുഫലം കൊണ്ട് ഉത്തര നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് വിഷുഫലത്തിൻ്റെ ഭാഗമായ ആയം, വ്യയം എന്നിവ നോക്കാം. അപ്പം ഉത്രം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറിന്, ഉത്തരത്തിൻ്റെ ആദ്യ പാദം ഉൾപ്പെടുന്നത് ചിങ്ങക്കൂറിലാണ്. ആ ചിങ്ങക്കൂറിന് ആയം 11 വ്യയം 11 അപ്പോൾ അത് തുല്യമായിട്ടാണല്ലോ വരുന്നത്. വരവും ചിലവും തുല്യമായിട്ട് വരുന്നത് കൊണ്ട് ചിങ്ങക്കൂറിൽപ്പെട്ട ഉത്തര നക്ഷത്രക്കാർക്ക് അധിക ചിലവോ അധിക വരവോ ഒന്നും ഉണ്ടാവുകയില്ല. വലിയ ധനനഷ്ടവും ഉണ്ടാകുകയില്ല. സാമാന്യമായ ധനലാഭം ഉണ്ടാകുകയും ചെയ്യും. അതേസമയം ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, മുക്കാൽ ഭാഗം ഉൾപ്പെടുന്നത് കന്നിക്കൂറിലാണ്. അതിന് വരവിൻ്റെ ഭാഗത്ത് ആയം 14 വ്യയം 2 അതായത് വരവ് കൂടുതലും ചിലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഉത്തരത്തിൻ്റെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർക്ക്, അവസാന മുക്കാൽ ഭാഗത്ത് ജനിച്ചവർക്ക് വിഷുഫലം കൊണ്ട് വരവ് വർദ്ധിക്കാനുള്ള, ധനവരവ് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഉത്തര നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം കൂടെ നോക്കാം. കന്തായ ഫലം എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾ കൂടുമ്പോഴുള്ള ഫലമാണ്. അതായത് ആദ്യത്തെ 4 മാസം ഒരു ഫലം, അടുത്ത 4 മാസം വേറൊരു ഫലം, അതിൻ്റെ അടുത്ത 4 മാസം മറ്റൊരു ഫലം, അങ്ങനെ 12 മാസങ്ങളിലെ ഫലമാണ് പറയുന്നത്. ഇപ്പോൾ കന്തായ ഫലം എന്ന് പറയുന്നത് 6, 1, 1 എന്നിങ്ങനെയാണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് അതൃപ്തി ഉണ്ടാക്കുന്ന ചില ജീവിതാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ശരാശരി ധനലാഭം ഉണ്ടാവുകയും ചെയ്യും. ചിങ്ങം മുതൽ 4 മാസം ഗുണകരമായ ജീവിതം, സുഖാനുഭവങ്ങളും ഉണ്ട്. ധനു മുതൽ 4 മാസം ഉയർന്ന രീതിയിലുള്ള ധനലഭ്യതയും മനസ്സിന് സുഖവും ഫലമാകുന്നു. ഇതാണ് കന്തായ ഫലം. ഇനി ഉത്തര നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകൾ വിഷുഫലം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കുമ്പോൾ ശാസ്താപ്രീതി വരുത്തേണ്ട കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. ശാസ്താവിനെ ഭജിക്കുക, ശാസ്താപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുക, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നൽകുക, യഥാശക്തി വഴിപാടുകൾ, നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ. പിന്നെ ചൊവ്വാദശ, ബുധദശ, വ്യാഴദശ, ഈ 3 ദശകളിൽ ഏതെങ്കിലുമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഉത്തര നക്ഷത്രം തോറും അന്നദാനമോ അല്ലെങ്കിൽ ശാസ്താവിന് നീരാജനമോ നടത്തുന്നത് ദോഷപരിഹാരമാണ്. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ അന്നദാനം കൊടുത്താൽ മതി. മറ്റ് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ ഒക്കെ നടത്തുന്ന അന്നദാനത്തിൽ പങ്കാളിയാവുക, നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ഉത്രം നക്ഷത്രത്തിലും അതിൻ്റെ അനുജന്മ നക്ഷത്രങ്ങളായ ഉത്രാടം, കാർത്തിക ഈ നക്ഷത്രങ്ങളിലും ശാസ്താക്ഷേത്ര ദർശനം നടത്തിയിട്ട് നെയ്വിളക്ക് തെളിയിക്കുക, നീരാജനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ശാസ്താപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ ജപിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. വലിയ ദോഷങ്ങളില്ല എങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒഴിവാകാൻ വേണ്ടിയിട്ട് ശാസ്താവിനെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ ഈ പക്കപ്പിറന്നാളിൻ്റെ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ കുടുംബദേവത ദേവി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷത്തിൽ ഒരു തവണയെങ്കിലും ആ ദേവീ നടയിൽ പ്രാർത്ഥിക്കുകയും ഒരു പട്ട് സമർപ്പിക്കുകയും ചെയ്യണം. ദേവി പ്രീതികരങ്ങളായ മന്ത്രങ്ങളോ അല്ലെങ്കിൽ നാമങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇതാണ് ഉത്തര നക്ഷത്രക്കാരുടെ സാമാന്യമായ വിഷുഫലം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവർക്കും
നന്മയുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.